പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖല്ലേ? ഇന്ന് ഏപ്രിൽ മാസം 7-ാം തീയതിയാണ്. May the peace and grace of our Lord Jesus Christ, the risen Lord, be with you all. നിങ്ങളോടെല്ലാം ദൈവത്തിൻ്റെ വലിയ സമാധാനവും കൃപയും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം പഠിക്കുന്ന വചനം സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 23-ാമത്തെ വചനമാണ്. ഇന്നലെ നമ്മൾ സങ്കീർത്തന പുസ്തകം 145:13 പഠിച്ചത്. ഇന്ന് സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 23-ാമത്തെ വചനമാണ്. അത് വചനം ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവ് മോശയോട് അരുളി ചെയ്തു, എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ? ചോദ്യമാണ്. അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ കിട്ടാതെ വരുമ്പോൾ, കർത്താവെ രക്ഷിക്കണമേ എന്നൊക്കെ പറയുമ്പം നമുക്കൊരു ഉത്തരവും കിട്ടാതെ വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, കർത്താവെ രക്ഷിക്കാൻ നീ ഇല്ലേ? നീ എന്നെ സഹായിക്കുന്നില്ലേ? കർത്താവ് മോശയോട് മാത്രമല്ല നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ? കർത്താവ് മോശയോട് അരുളി ചെയ്തു, എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ? എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് കാണും. കർത്താവ് വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്. വാട്ട് എവർ ഹി ഹാസ് സെഡ്, എന്തൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും. എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും. The Lord said to Moses, is the Lord's power limited? Now you shall see whether my word will come true for you or not. അപ്പം ദൈവത്തിൻ്റെ വാക്ക് നമ്മുടെ ജീവിതത്തിൽ നിറവേറും. കാത്തിരിക്കാന്നേ, കർത്താവിന് വേണ്ടി കാത്തിരിക്കും വിശ്വാസത്തോടെ. ദൈവമേ, എനിക്ക് എബ്രാഹത്തോട് പറഞ്ഞു, നീ നിൻ്റെ മകനെ എനിക്ക് ബലിയർപ്പിക്കാൻ. ഒരു ചോദ്യവും പറച്ചിലില്ലായിരുന്നു. പോയി ബലിയർപ്പിക്കാൻ നേരത്ത് ആ ഒരൊറ്റ ഇതിൽ കത്തി ഉയർത്തിയപ്പോൾ കർത്താവ് ഇടപെട്ടു, ഇല്ലേ? ലാസ്റ്റ് മൊമെൻ്റ് ആയിരിക്കും. നമുക്കൊക്കെ ലാസ്റ്റ് മൊമെൻ്റ്. കർത്താവിൻ്റെ ആ കൃത്യസമയത്ത് പ്രവർത്തിക്കുന്നതെന്നാണ്. ഒരു മകനെ വാഗ്ദാനം ചെയ്തു, അത് വിശ്വാസത്തോടെ കാത്തിരുന്നു, ലഭിച്ചു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലും കർത്താവ് പ്രവർത്തിക്കും. വിശ്വാസത്തോടെ കാത്തിരിക്കുക.